കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്റ്റ് ബ്ലസ്സസ് ചാനലിന് അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന കർത്തദാസനും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ മിനിസ്ട്രിയുടെയും സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ മുമ്പാകെ ഇന്നൊരു കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. അപ്പൻ, അമ്മ, സഹോദരവർഗ്ഗങ്ങൾ 4 പേര്. എൻ്റെ സഹോദരങ്ങൾ 3 പേരുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അദ്ദേഹവും കത്തോലിക്ക പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളാണ്. ഞങ്ങളുടെ വിവാഹാനന്തരമാണ് ഞങ്ങൾ കർത്താവിനെ അറിയാനിടയായിത്തീരുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ ബിസിനസ്സൊക്കെ വളരെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവിനെക്കുറിച്ച് കേൾക്കുവാനിടയായി. പലവട്ടം പല ശുശ്രൂഷകൾ ഞങ്ങളുടെ ഭവനത്തിൽ കയറിയിറങ്ങി കർത്താവിനെക്കുറിച്ച്, കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ചുമൊക്കെ ഞങ്ങളോട് സംസാരിക്കാനിടയായിത്തീരുന്നു. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ കഷ്ടതയിൽ കൂടി പോയിരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ എന്നാൽ ഇതിന് മുമ്പിലുള്ള കാലഘട്ടം, ഞങ്ങളുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സാമാന്യം ജീവിക്കാനുള്ള എല്ലാ വഴികളും ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ കുഞ്ഞുങ്ങളും രോഗത്തിന് അടിമകളായിത്തീർന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടം. ബുദ്ധിമുട്ടിയത് കൊണ്ടല്ല, പലരും കർത്താവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് വാസ്തവമാണോ എന്നുള്ള ഒരു അന്വേഷണം അത് എൻ്റെ ഹൃദയത്തിൽ നിന്നുണ്ടായി. അപ്പോൾ തന്നെ പലവട്ടം സുവിശേഷം കേട്ടുവെങ്കിലും ആ കാലഘട്ടത്തിൽ ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ശക്തിയോടെ നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ തന്നെ ആദ്യമായിട്ട് ഹല്ലേലൂയയും സ്തോത്രവും പഠിപ്പിച്ചത് ഈ പനയ്ക്കൽ അച്ഛനും അതുപോലെ ഈ കത്തോലിക്ക കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ശംഖുമോം ആ ഭാഗങ്ങളിൽ അവർ വന്ന് ദൈവവചനം ഘോഷിക്കുകയും, അപ്പോൾ ആ സമയം ശരിക്കും പറഞ്ഞാൽ ഹല്ലേലൂയയും സ്തോത്രം കേൾക്കുന്ന അവരുടെ ആ മിനിസ്ട്രി കൂടെയാണ്. അതിനുശേഷം പല ആൾക്കാരും ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ സത്യം തിരിച്ചറിയാൻ വേണ്ടി പണ്ടും ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. എന്നാൽ ദൈവം ആരെന്നുള്ള ആ യാഥാർത്ഥ്യം അറിയില്ലായിരുന്നു. തിരുവെഴുത്തുകൾ വായിക്കുമെങ്കിലും അതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി, ഞാൻ ഒരു ടീച്ചറായിരുന്നു ആ സമയം, ഒരു കൺവെൻഷൻ നോട്ടീസ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ടീച്ചർ ഞങ്ങൾ നടത്തുന്ന കൺവെൻഷൻ വരണം. എന്നാൽ കൺവെൻഷൻ എന്താണെന്ന് കേട്ടിട്ടുമില്ല. ഈ തിരുവനന്തപുരം പട്ടണത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. എന്നാൽ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം ഒന്നും കേട്ടിട്ടില്ല. കത്തോലിക്ക പള്ളിയിൽ പോവുക, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക, പള്ളിയിൽ പോവുക, കൃത്യമായിട്ട് പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുക മീൻസ് ശരിക്കും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അന്നത്തെ ആ കാലഘട്ടത്തിലെ ഞങ്ങളുടെ രീതി അനുസരിച്ച് നന്മ നിറഞ്ഞു മറിയും സ്വർഗസ്ഥനായ പിതാവ്, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളേ ഉള്ളൂ, എഴുതി വെച്ച പ്രാർത്ഥനകൾ. എന്നാൽ അതല്ല, വിഗ്രഹങ്ങളിലൊന്നും ദൈവമില്ല എന്നും ദൈവത്തിൻ്റെ രൂപത്തിലോ ഭാവത്തിലോ ഒരു മനുഷ്യർക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ലെന്നുള്ള പ്രസംഗ കേൾവിയിലൂടെയാണ് ശരിക്കും ദൈവത്തെ അറിയാൻ വേണ്ടി ശ്രമിച്ചത്. സുവിശേഷം എത്തിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും കർത്താവിനെക്കുറിച്ച് അറിയാൻ സാധിക്കത്തില്ലായിരുന്നു. മാത്രമല്ല, യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ. ദൈവത്തിനും മനുഷ്യനും മധ്യ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണെന്ന ഏക സത്യം മനസ്സിലാക്കുന്നത് സുവിശേഷ കേൾവിയിലൂടെയാണ്. അപ്പോൾ തന്നെ കത്തോലിക്ക സഭ അത് മറച്ചു വെച്ച് അതൊന്നും പറയാറില്ലായിരുന്നു. ഞങ്ങൾക്ക് അറിയത്തുമില്ല. അവർ പറയുന്നതനുസരിച്ച് അങ്ങനെ പോകുമായിരുന്നു. അത് മതത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും മാത്രമായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ അപ്പോൾ തന്നെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ആ കാലഘട്ടത്തിൽ ഈ കുട്ടി കൊണ്ടുവന്ന ആ കൺവെൻഷൻ നോട്ടീസ് അനുസരിച്ച് ആ കൺവെൻഷനിൽ പങ്കുകൊള്ളുകയും അവിടെ കേട്ട ദൈവവചനം ഹൃദയത്തിൽ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹൃദയത്തിലാണ് കൊത്തുകൊണ്ടത്. കാരണം അദ്ദേഹത്തെ നോക്കി ആ ദൈവദാസൻ വിളിച്ചു പറഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ
ദൈവം നിൽക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് ഞങ്ങളുടെ പ്രീവിയസ് ഹിസ്റ്ററി പറയാൻ തുടങ്ങിയപ്പോൾ ഇതെന്താണ് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് ആ പാസ്റ്ററിൻ്റെ അടുക്ക ചെല്ലുകയും അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഏകദേശം 2 വർഷം ബൈബിൾ പഠനത്തിലൂടെ പോയി. അതിനുശേഷം ഞാൻ സ്നാനപ്പെടുന്നു. പിന്നെ റഷ്യയുടെ ഭാഗത്ത് ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാവരും കടന്നു വന്നു. അങ്ങനെ മക്കളൊക്കെ എല്ലാവരും ചർച്ചിൽ, പിള്ളേരന്ന് കൊച്ചായിരുന്നു, അങ്ങനെ ചർച്ചിലൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ രോഗക്കിടക്കുകൾ മാറിത്തുടങ്ങി. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അസുഖമായിരുന്നു. മൂത്ത മോൾക്കാണെങ്കിൽ പിന്നെ അവൾക്ക് ഈ ഹാർട്ടിൻ്റെ വാൽവിൽ ഒരു ഹോളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നെഞ്ചുവേദനയൊക്കെ വരുമായിരുന്നു. എല്ലാം പ്രാർത്ഥനയിലൂടെ കർത്താവ് നീക്കി. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാണ്ടായി. അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ വഴി വൈറസ് ബ്രെയിനെ അഫക്റ്റ് ചെയ്തു. അങ്ങനെ ഡോക്ടേഴ്സ് കൈവിട്ട് മരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. അവിടെയും കർത്താവ് സൗഖ്യമാക്കി. എൻ്റെ തലയിലൊരു മുഴ വന്നു. അത് ട്യൂമർ എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. എന്തായാലും ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിരുന്നു. അന്നേരം ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ കർത്താവെ എന്ന് വിളിക്കുകയും എൻ്റെ തല ഓപ്പറേഷൻ ചെയ്യാൻ അനുവദിക്കത്തില്ല, കർത്താവ് സൗഖ്യമാക്കുന്നെങ്കിൽ സൗഖ്യമാക്കട്ടെ എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരു ദൈവദാസൻ വന്നു ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എന്തായാലും ശരി, ആ വേദന മാറി. അപ്പോഴും കർത്താവാണ് സൗഖ്യദാതാവെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ദൈവമാണ് സൗഖ്യമാക്കിയെന്നുള്ളൊരു ബോധം എനിക്കുണ്ടായിരുന്നില്ല. അത്രയും ആ ഒരു ലെവലിൽ എനിക്കൊന്നും കർത്താവിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. അങ്ങനെ കടന്നുപോയി. പിന്നെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ക്രമേണ വ്യത്യാസങ്ങളുണ്ടായി. ഈ യേശു നമ്മെ രക്ഷിക്കുമെന്നുള്ള തിരുവെഴുത്തുകളിലൂടെ മനസ്സിലായെങ്കിലും ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം കൂടിയാണെന്ന് മനസ്സിലാകുന്നത് ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും കർത്താവ് തരാൻ തുടങ്ങിയപ്പോഴാണെന്ന് മനസ്സിലാകുന്നത്. കർത്താവിനെ വിശ്വസ്തയോടെ നാം കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ ബഹുമാനിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും കർത്താവിനെ പരസ്യപ്പെടുത്തുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കൂടെ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് പിന്നത്തയിൽ എയർപോർട്ടിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി. ഏകദേശം 8-10 വർഷം കഴിഞ്ഞ് പിന്നെ പെർമനൻ്റായി. അങ്ങനെ എയർപോർട്ടിൽ പെർമനൻ്റ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രത്യേക കഷ്ടതയുടെ കാലഘട്ടത്തിലൊക്കെ എൻ്റെ വീട്ടുകാർ ഈ വിശ്വാസത്തിലൊന്നും വന്നിട്ടില്ല എങ്കിലും ഞങ്ങളെ അവർ സഹായിക്കുമായിരുന്നു. എൻ്റെ അമ്മയൊക്കെ എൻ്റെ അപ്പനൊക്കെ സഹായിക്കുമായിരുന്നു, എൻ്റെ സഹോദരന്മാരൊക്കെ സഹായിക്കുമായിരുന്നു. പക്ഷെങ്കിൽ പിന്നത്തേൽ എൻ്റെ അമ്മയും എൻ്റെ ഒരു സഹോദരനൊക്കെ റഷ്യയുടെ ഭാഗത്ത് കടന്നു വന്നു. അപ്പോൾ തന്നെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ദൈവത്തോട് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ ദൈവദാസന്മാരെയൊക്കെ എൻ്റെ ഹൃദയത്തിൽ പരസ്യമായിട്ടൊന്നും പറയത്തില്ല. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പ്രവചനത്തെയൊക്കെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരെ സ്വന്തത്തിൽ നിന്ന് പറയുന്നതാണോ, ദൈവമാണോ സംസാരിക്കുന്നത്, ദൈവത്തിന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമോ, ഇങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ കടന്നുകൂടിയിരുന്നു. എന്നാൽ ഞാൻ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഏകദേശം 3.5 വർഷം രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് അഭിഷേകം തന്നില്ലെങ്കിൽ ഞാൻ ചത്തുപോത്തേ ഉള്ളൂ, അതിനേക്കാളും മരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒരിക്കൽ ഒരു 21 days ഫാസ്റ്റിംഗ് പ്രയറിലിരിക്കുമ്പോൾ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. ഇത് ലോകം മുഴുവൻ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അഭിഷേകം പലർക്കും കിട്ടും. അഭിഷേകം കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഒരു സഹോദരി ഓടിക്കൊണ്ട് എന്നോട് വന്ന് പറഞ്ഞു, സ്റ്റെല്ല സിസ്റ്റർ, നിങ്ങൾക്ക് കിട്ടിയ ഭാഷ നിങ്ങളെപ്പോഴും പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു വലിയൊരു അനുഭവമായിരുന്നു. ആ സമയം ഞാൻ എൻ്റെ ജോലിയൊക്കെ രാജിവെച്ച് മെൻ്റൽ ട്രാഡീഷൻ്റെ ഫീൽഡിലൊക്കെ കയറി അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഞങ്ങളൊരു സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന കാലഘട്ടം. എൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളുണ്ട്, ഞാൻ അതങ്ങ് വിടുക. അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയം മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിക്കുമായിരുന്നു. ഇൻ്റർവെൽ സമയത്താണെങ്കിലും ഞാൻ ഓടി എൻ്റെ മുറിക്കകത്ത് കയറി അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ ഭാഷാപരം വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ അനേക ഭാഷകൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അന്യഭാഷയിൽ പാടാൻ തുടങ്ങി. അപ്പോൾ തന്നെ അന്യഭാഷയിലൂടെയാണ് ഭാഷാ വ്യാഖ്യാനപരം വെളിപ്പെടാൻ തുടങ്ങി. ഇതൊക്കെ ദൈവാത്മാവ് ആ ഒരു സഹോദരിയുടെ ഒരു വാക്കാണ്. നിങ്ങൾ കിട്ടിയ ഭാഷ വീണ്ടും വീണ്ടും പറയണമെന്നുള്ള ആ സഹോദരിയുടെ ഒറ്റ വാക്കാണ്. പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കാനും അന്യഭാഷയിൽ പ്രാർത്ഥിക്കാനും പാടാനും ആരാധിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ തന്നെ
വ്യാഖ്യാനപരം, അതുപോലെ തന്നെ വിവേചനപരം, പ്രവചനപരം, ഇതെല്ലാം എൻ്റെ ബെഡ്റൂമിലിരുന്ന് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കാൻ എനിക്ക് കഴിഞ്ഞു. എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് ആ സഹോദരി നിത്യത്തിലാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. അവരോടൊപ്പം ഞാൻ പരസ്യയോഗങ്ങൾക്കൊക്കെ പോകുമായിരുന്നു. പിന്നെ അവരുടെ പേര് ലളിത സിസ്റ്റർ എന്ന് പറയും. കല്ലമ്പള്ളിയിൽ അവർ താമസിച്ചിരുന്നത്. അവർ മരിച്ചുപോയി. കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പലരും അഭിഷേകത്തെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങൾ നൽകുമ്പോൾ അളവ് കൂടാതെ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നാൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുമ്പോൾ, ആഴമായിട്ട് ദൈവശക്തി ഇറങ്ങി വരുമ്പോൾ, അതിന് ആരെന്ത് ധരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ദൈവശക്തി ഇറങ്ങി വരുമ്പോൾ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാൻ പറ്റത്തില്ല. അവൻ വീഴും. അവിടെ ആത്മവിശ്വയിലാകും. ഈ ആത്മവിശ്വത എന്നൊക്കെ പറയുന്നത് അത് യാഥാർത്ഥ്യമായി ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും പലരും ക്രിട്ടിസൈസ് ചെയ്ത് ആ അനുഭവങ്ങളിൽ നിന്നൊക്കെ പിന്മാറിപ്പോകുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആത്മവിശ്വയിൽ ആയിരുന്ന സമയങ്ങളിലൊക്കെ ദൈവം എന്നോട് സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഓരോ കാലഘട്ടത്തിലായി നിറവേറിയതുകൊണ്ട് നിറവേറാനുള്ളതുകൊണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി, അത്യന്ത ശക്തി നാം പ്രാപിക്കുകയും വേണം. ആ ദൈവശക്തി എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു അനുഭവം ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊന്നും ആരും കൊണ്ട് തരുന്നതല്ല. ഇത് സ്വർഗത്തിലെ അപ്പച്ചൻ നമുക്ക് ദാനമായി നൽകുന്നതാണ്. ആ ജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത് അത് ദൈവം തരുന്നതാണ്. ഈ അഭിഷേകത്തെക്കുറിച്ച് എനിക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ ട്രാക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് ഒരു സംഘടനയുണ്ട്. സഹോദരിമാർ ചേർന്ന് ഇങ്ങനെ അങ്ങനെ പോകും. ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി ഇങ്ങനെ ട്രാക്റ്റ് വിതരണം കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. പിന്നെ ഹോസ്പിറ്റൽ മിനിസ്ട്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പുല്ലനാട് കോട്ടയം ഹോസ്പിറ്റൽ ഏകദേശം 16 വർഷത്തോളം ഞങ്ങൾ വിസിറ്റ് ചെയ്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സൂപ്രണ്ടൊക്കെ വഴക്ക് പറയുമായിരുന്നു. നിങ്ങൾ പിന്നെ മറ്റുള്ളവർക്ക് കൊണ്ടുപോയി രോഗം പകർന്നു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് വാണിങ്ങൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങളെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഒരിക്കലൊരു രോഗി അയാൾ കിടക്കത്തേ ഉള്ളൂ, അയാൾക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞു ശ്രമിച്ചാൽ അദ്ദേഹത്തിന് നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോൾ അവരുടെ വീട്ടുകാരിങ്ങനെ പറഞ്ഞു, എന്തായാലും ഞങ്ങൾ വിശ്വാസത്താൽ, നേഴ്സുമാരാരും കണ്ടില്ല, ഞങ്ങൾ വിശ്വാസത്താൽ പുള്ളിയെ പിടിച്ച് നടത്തി. അപ്പോൾ മനസ്സിലായി കർത്താവ് എന്ത് ചെയ്യും, അത്ഭുതങ്ങളെ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇന്നും ദൈവം അതൊക്കെ ഇഷ്ടംപോലെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ പലരും ആഴത്തിൽ വിശ്വസിക്കുന്നില്ല. യേശുവിൽ കൂടെ മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം കാണും, ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പിന്നത്തേൽ ഈ ഹോസ്പിറ്റലിലൊക്കെ നിരോധിച്ചു സുവിശേഷ പ്രവർത്തനത്തെ, ഗവൺമെൻറ് നിരോധിച്ചു. സുവിശേഷ പ്രവർത്തനത്തിലൂടെയാണ് മനുഷ്യൻ്റെ അവൻ്റെ സ്വഭാവത്തിൽ ക്രമീകരണം വരുത്തുന്നത്. ദൈവത്തെ അറിയാൻ തുടങ്ങുമ്പോൾ അവൻ്റെ തെറ്റേതെന്നും ശരിയേതെന്നും അവന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സുവിശേഷ പ്രവർത്തനത്തെ തടയുന്നത് തെറ്റാണ്. സുവിശേഷ പ്രവർത്തനത്തെ തടയുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ തടയുക എന്നുള്ളത് അതിന് സമമാണ്. അപ്പോൾ ഹോസ്പിറ്റലുകളിൽ അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ഒരിക്കൽ പൊള്ളൽ വാർഡ്, ആ വാർഡിനകത്ത് ആരും കയറത്തില്ല. കാരണം സ്ത്രീകൾക്ക് കയറാം, പക്ഷേ പുരുഷന്മാർക്ക് കയറാൻ പറ്റത്തില്ല. വെന്ത് കിടക്കുന്ന സ്ത്രീകൾ ഒരു വാർഡിനകത്തുണ്ട്. ഭയങ്കര വെന്ത മാംസത്തിൻ്റെ സ്മെല്ലുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പതിവായിട്ട് വിസിറ്റ് ചെയ്യുമായിരുന്നു. ആഴ്ചയിൽ ഒരു പ്രാവശ്യം പോകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു സഹോദരി എന്നെ കൈകാട്ടി വിളിച്ചു. അതിനകത്തുള്ള ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈകാട്ടി വിളിച്ചു. അങ്ങനെ ഞാനും എൻ്റെ കൂടെയുള്ള സഹോദരിമാരും അടുത്ത് ചെന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കർത്താവിനെ അറിയുന്ന ഒരു സഹോദരിയാണ്, അല്ലെങ്കിൽ കൈകാട്ടി വിളിക്കത്തില്ലല്ലോ. അങ്ങനെ അവിടെ ചെന്നു ചോദിച്ചപ്പോൾ ഇന്ന സഭയിലെ വിശ്വാസിയാണെന്ന് പറഞ്ഞു. എനിക്ക് ആ സഭ അറിയാം, പാസ്റ്ററിനൊക്കെ അറിയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോളെ നീ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? മണ്ണെണ്ണ കോരി ഒഴിച്ച് അവളെ തീ കത്തിക്കുകയായിരുന്നു. ഭർത്താവിനോട് പിണങ്ങിയപ്പോൾ ചെയ്തതാണ്. പക്ഷേ നല്ല 70% അങ്ങാണ്ട് പൊള്ളലേറ്റുപോയി. അപ്പോൾ അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഭയങ്കര വിഷമം തോന്നി. ചെറുപ്പക്കാരി ഒരു പെങ്കൊച്ച് സമാധാനമില്ലാതെ അവളത് ചെയ്തതാണ്. പലരും അത് ക്വസ്റ്റ്യൻ ചെയ്യുമെങ്കിലും മദ്യപാനിയായ ഭർത്താവ്,
അതുപോലെ കുടുംബത്തിൽ സ്വൈരം കൊടുക്കാതെ വരുമ്പോൾ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ. പക്ഷേ അന്നൊരു കാര്യം സംഭവിച്ചു. അന്ന് രാത്രി ഇവിടെ എഴുന്നേറ്റ് നടന്ന് തുള്ളി ചാടി അന്യഭാഷ പറഞ്ഞ് ഇവൾക്ക് സൗഖ്യം പ്രാപിച്ചു. കർത്താവ് സൗഖ്യം കൊടുത്തു. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ഹോസ്പിറ്റൽ മിനിസ്ട്രിയിൽ കൂടെ നടക്കാറുണ്ട്. അപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആൾക്കാർ വേണം. വിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് സൗഖ്യമാക്കുകയും ചെയ്യും. അപ്പോൾ ഹോസ്പിറ്റൽ മിനിസ്ട്രി എന്നൊക്കെ പറയുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ജയിൽ മിനിസ്ട്രി. ബ്രദർ ലോറൻസിൻ്റെ കൂടെയായിരുന്നു ഞങ്ങളൊക്കെ ആദ്യം. ഒരു ലോറൻസ് ബ്രദർ എന്നും പറഞ്ഞൊരു ബ്രദർ ഉണ്ടായിരുന്നു. ആ പുള്ളിയുടെ നേതൃത്വത്തിൽ ഈ ജയിൽ മിനിസ്ട്രിക്ക് പോകുമായിരുന്നു. ഇപ്പോൾ പാസ്റ്റർ മോസസ് എന്ന് പറയുന്ന അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ജയിൽ മിനിസ്ട്രിയുടെ കാര്യത്തിൽ. അപ്പോൾ ഈ ഒരിക്കൽ ഈ നെയ്യാറ്റിൻകര ഈ വനിതാ ജയിലിൽ ചെല്ലുമ്പോൾ അന്നൊരു മെസ്സേജ്, അവിടെ ഒരു ഷോർട്ട് മെസ്സേജ് കൊടുക്കുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു, നിങ്ങളാരും ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. ജയിലിലെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായി തെറ്റ് ചെയ്യുന്നവരല്ല ഏറെയും. സാഹചര്യങ്ങൾ കൊണ്ട് കൊല ചെയ്യുന്നവരുമുണ്ട്, പ്ലാൻ ചെയ്ത് ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ പെട്ടെന്നുള്ള സാഹചര്യങ്ങളാണ്. പക്ഷെ ആത്മഹത്യ ഒരിക്കലും നന്നല്ല എന്ന് പറഞ്ഞപ്പോൾ അതിനകത്തൊരു ഡോക്ടറും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കും, ഞാനത് പറയുന്നില്ല. അപ്പോൾ ഈ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞ് പുറത്ത് അവരെൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു, മാഡം ഞാൻ ഇന്ന് ബാത്റൂമിൽ കയറി ആത്മഹത്യ ചെയ്യാനിരിക്കുകയായിരുന്നു. മാഡം എങ്ങനെ അറിഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഇരിക്കുകയാണെന്നുള്ള മാഡം എങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞതല്ല, എൻ്റെ കർത്താവിനോട് സംസാരിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. എന്തായാലും ശരി, 12 കേസുണ്ടായിരുന്നു ആ സഹോദരിക്ക്. ആ 12 കേസും കർത്താവ് അതിന് വിടുവിച്ചു. എന്ന് വെച്ചാൽ പലരും ചിന്തിക്കും ഇത്രയൊക്കെ ചെയ്തിട്ട് എങ്ങനെ വിടുവിക്കാൻ പറ്റും എന്നുള്ളത്, എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള. ദൈവത്തിന് ബോധിച്ചാൽ ദൈവം എല്ലാ തെറ്റുകളും ക്ഷമിക്കും. പക്ഷേ പറയണം, ഈ ലോകത്തിൽ ദൈവത്തിന് പ്രസാദിപ്പിക്കാൻ ഈ ലോകത്തിലുള്ള എന്ത് കൊടുത്താലും ദൈവത്തിന് പ്രസാദം ഉണ്ടാകത്തില്ല. കാരണം സകലതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അത് കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ തൻ്റെ ഹൃദയത്തെ ദൈവത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിന് പ്രസാദം ഉണ്ടാകും. ദൈവത്തെ അനുസരിക്കുക. അപ്പോൾ നാം ചിന്തിക്കുമ്പോൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. അവർ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇന്ന് ലോകം മുഴുവനും പലപ്പോഴും കരയുന്നത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. തൻ്റെ മക്കളെ ചൊല്ലിയാണ് പലരും കരയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ജനം സർവ്വ മനുഷ്യരും സകല ജഡത്തിൻ്റെ ദൈവമാണ് സ്വർഗസ്ഥനായ ദൈവം. സകല ജഡത്തിനും ശ്വാസവും പ്രാണനും നൽകിയിരിക്കുന്നവനാണ് ദൈവം. അപ്പോൾ മനുഷ്യൻ തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിക്കും. കർത്താവിനെ ഏറ്റുകൊണ്ടാൽ കർത്താവിൻ്റെ മക്കളാക്കി തീർക്കും. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും രക്ഷയില്ല. തെറ്റും ശരിയും മനസ്സിലായി ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ അവന് മാനസാന്തരപ്പെടാൻ സാധിക്കത്തില്ല. കാരണം സകല മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് സാക്ഷാൽ ദൈവം മനുഷ്യപുത്രനായിട്ട് ഭൂമിയിലോട്ട് ഇറങ്ങി വന്നതും മനുഷ്യൻ്റെ സകല പാപത്തെയും ശാപത്തെയും രോഗത്തെയും ഭാരത്തെ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ തന്നെ പരമയാഗമാക്കി തന്നിൽ വിശ്വസിക്കുന്ന ജനത്തിന് മാനസാന്തരവും പാപമോചനവും നിത്യരക്ഷയും നിത്യജീവനും നൽകുവാനാണ് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഈ സത്യം മനസ്സിലാക്കാത്ത കാലത്തോളം ഈ ഭൂമിയിൽ എത്ര ജ്ഞാനം ഉണ്ടായിരുന്നാലും എത്ര വലിയ പദവിയിലായിരുന്നാലും ഇനി എന്തെല്ലാം സ്ഥാനമാനങ്ങളുണ്ടായിരുന്നാലും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. എന്നാൽ മരണാനന്തരം ദൈവത്തോടുകൂടെ വസിക്കാൻ മനുഷ്യന് സാധിക്കത്തില്ല. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള ഏക വഴി യേശുക്രിസ്തു മാത്രമാണ്. ദൈവം തന്നെ ഞങ്ങളോട് ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ അറിയിച്ച ആലോചന പ്രകാരം ഞങ്ങളുടെ വീട്ടിലൊരു ഭവനം ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട്. അത് ഏകദേശം 1994 മുതൽ ഞങ്ങളുടെ വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു പ്രെയർ നടക്കാറുണ്ട്. അതിലുള്ള സഹോദരിമാരാണ് എല്ലാ കാലത്തും കൂടെ നിന്ന് ഞങ്ങളുടെ കൂടെ വരികയും പോവുകയും പ്രവർത്തിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൂടെ ചില ബുദ്ധിമുട്ടുകൾ കൂടെ ആത്മീയ ജീവിതത്തിൽ പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ
അദൃശ്യമണ്ഡലത്തിൽ നിന്നുള്ള ശക്തികൾ, അത് പലപ്പോഴും ദൈവമക്കൾ പോലും ശരിക്കും മനസ്സിലാക്കുന്നില്ല. അദൃശ്യമായ ശക്തികൾ ദൈവത്തിൻ്റെ ജനത്തിനെതിരെ, ദൈവസഭയ്ക്കെതിരെ യുദ്ധം ചെയ്യും. ദൈവമക്കളെ ഏതെങ്കിലും രീതിയിൽ പ്രാർത്ഥനയിൽ നിന്നും ഉപവാസത്തിൽ നിന്നും ദൈവീയ കൂട്ടായ്മകളിൽ നിന്ന് തെറ്റിച്ച് കളയുവാൻ മന്ത്രങ്ങളും തന്ത്രങ്ങളും കൊണ്ട്, ആഭിചാരം കൊണ്ട്, ക്ഷുദ്രപ്രയോഗങ്ങൾ കൊണ്ട്, ലക്ഷണവിധികൾ കൊണ്ട് ദൈവത്തിൻ്റെ സഭയെ മുടിച്ച് കളയുവാൻ ശ്രമിക്കുന്ന ശത്രുക്കളുണ്ട്. ശത്രു മീൻസ് പിശാച് ഉപയോഗിക്കുന്നവർ. അങ്ങനെ ചില പദ്ധതികൾ ഞങ്ങൾക്കെതിരെ കടന്നു വന്നപ്പോൾ ചില വ്യക്തികളെ ഉപയോഗിച്ച് പിശാച് പ്രവർത്തിച്ച സന്ദർഭങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കാനും അതും യേശു ക്രിസ്തുവിലൂടെ മനസ്സിലാക്കാൻ, ദൈവമക്കൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു സെൻസേഷൻ, ആത്മീയ സ്പിരിച്വൽ സെൻസേഷൻ പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടുണ്ട്. ആ മണ്ഡലങ്ങളിൽ ജയിക്കാനുള്ള കൃപ ദൈവം തൻ്റെ ശുശ്രൂഷകർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പുസ്തകം എഴുതാനും ആ പുസ്തകത്തിലൂടെ പല സഭകളിൽ അവസരം കിട്ടി, പ്രസംഗിക്കാനൊക്കെ ഉള്ള അവസരം കിട്ടി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മൂത്ത മകളുടെ വിവാഹം നടക്കുകയാണ്. ഒരു മിഷണറിയുടെ മകനാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ തന്നെ അവരുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു, മോൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. മിനിസ്ട്രിയിൽ തുടരാനും അതുപോലെ തന്നെ മിനിസ്ട്രിയൊക്കെ ചെയ്യാനും ഒക്കെ എല്ലാ രീതിയിലുള്ള സഹായം ഉണ്ടായിരുന്നു. അതും ഒരു വലിയ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ ദൈവവചനമൊക്കെ ആയിട്ട് പോകാനായിട്ട് കർത്താവ് സഹായിച്ചു. അങ്ങനെ അതുപോലെ ഞങ്ങളുടെ മക്കളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചു. ഈ ഭൂമിയിലുള്ള അനുഗ്രഹമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത് കർത്താവിനാൽ നമുക്ക് അനുഗ്രഹം ഉണ്ടായിട്ട് അത് നിത്യതയിൽ നിത്യനായ ദൈവത്തോട് വാഴുവാൻ, അതാണ് ശരിക്കുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ദൈവമക്കളാണെങ്കിലും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മളെപ്പോഴും നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഭൂമിയിൽ അനേകർ മദ്യപാനികളായി പല 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 പാപങ്ങൾ കുരുങ്ങിക്കിടക്കുന്ന ജനത്തിനു വേണ്ടി ദൈവസന്നിധി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും വേണം. കർത്താവ് യേശു പറഞ്ഞതുപോലെ നിങ്ങൾ പുറപ്പെട്ട് ചെന്ന് ലോകമെമ്പാടും ചെന്ന് സുവിശേഷം അറിയിക്കുക എന്നുള്ളൊരു ദൗത്യം നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ആ ദൗത്യ നിർവഹണം നടക്കണമെങ്കിൽ നിശ്ചയമായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നതെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപ, അഭിഷേകം പലരുടെ മേലും ദൈവം പകർന്നിട്ടുണ്ട്. അതുപോലെ സഭ ഒറ്റക്കെട്ടായി ദൈവജനത്തെ പീഡിപ്പിക്കുമ്പോൾ ഇന്ന സംഘടന, ആ സംഘടന, ഈ സംഘടന എന്ന് മാറി നിൽക്കാതെ എല്ലാ ദൈവത്തിൻ്റെ മക്കൾ ഒറ്റക്കെട്ടായി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ, പലയിടത്തും പീഡനങ്ങൾ നടക്കുന്നുണ്ട്, അവർക്കെതിരെ നമുക്ക് മാനുഷ്യപരമായി നമുക്കൊരു പീഡനവുമില്ല. പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ രാജ്യത്തിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ വരുത്തും. രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കാൻ കഴിയും, പരിശുദ്ധ പിതാവിന് തിരിക്കാൻ കഴിയും. ഇന്ന് രാഷ്ട്രീയം, മതം, ജാതിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ദൈവജനത്തിനെതിരെ, ദൈവസഭയ്ക്കെതിരെ പീഡനങ്ങൾ നടക്കുമ്പോൾ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അവരെയൊക്കെ തന്നെ ദൈവപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. അപ്പം ക്രിസ്തീയ സംഘടനകൾ, അത് കത്തോലിക്കരായിരുന്നാലും ശരി, മാർത്തോമാക്കാരായിരുന്നാലും ശരി, യാക്കോബയായിരുന്നാലും ശരി, പെന്തക്കോസ്തുകാരനായിരുന്നാലും ശരി, എല്ലാവരും ഒരു ഇടയനേ ഉള്ളൂ നമുക്ക്, നമ്മുടെ കർത്താവ് യേശു. അപ്പോൾ യേശു ഏക ഇടയനായിട്ട് ചിന്തിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ദൈവസഭ ഈ നാളുകളിൽ നിൽക്കണമെന്ന് ഒരു അഭ്യർത്ഥന എനിക്ക് ക്രിസ്ത്യാനികളോട് പറയാനുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത ജനത്തിനെതിരെ ഈ ലോകത്ത് ഏതൊരു മനുഷ്യൻ എന്ത് പ്രവർത്തിച്ചാലും അവൻ്റെ ശരീരത്തെ കൊല്ലാൻ കഴിയും, അവൻ്റെ ദേഹിക ആത്മാവിന് ഒരു മനുഷ്യർക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഒരു ദൈവം ഇതെൻ്റെ ആത്മാവും ദേഹിയും അത് ദൈവസന്നിധിയിൽ ചെല്ലുകയും ചെയ്യും, എന്ത് പീഡ വന്നാലും എന്തെല്ലാം ചെയ്താലും. പക്ഷേ എങ്കിൽ ഒരു കാര്യം, ദൈവത്തെ അറിയാത്ത ജനത്തിന് മനഃപൂർവ്വമായി സുവിശേഷത്തെ അവഹേളിക്കുകയും സുവിശേഷത്തെ നിരാകരിക്കുകയും സുവിശേഷത്തിനെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ, അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിത്യശിക്ഷാവിധി അകപ്പെടും. ഈ ശിക്ഷാവിധി അകന്നു പോകണമെങ്കിൽ അത് കർത്താവിൽ ആശ്രയിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ് ഭൂമിയിൽ ഇന്ന് ദൈവമക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സുവിശേഷം അറിയിക്കുക, ആരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയത്, ഒരു മനുഷ്യൻ്റെ ആത്മാവ് ഈ ലോകത്തേക്കാൾ വിലയുള്ളതാകിയ ആരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയത്. അതിനായിട്ട് നമുക്ക് ഒറ്റക്കെട്ടായി ദൈവസഭ ഒറ്റക്കെട്ടായിട്ട് പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ മിനിസ്ട്രിക്ക് വേണ്ടി ഈ
ഈ ദൈവമക്കൾ, ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ, ഇവരൊക്കെ ക്രിസ്തു ഭക്തർ ചെയ്യുന്ന ശുശ്രൂഷകൾ, ദൈവഹിതപ്രകാരം ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി, ശുശ്രൂഷകന്മാർക്ക് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കണം. അവർ സപ്പോർട്ട് ചെയ്യും. പണമില്ലാതെ സുവിശേഷ വേല ചെയ്യാൻ പറ്റത്തില്ല. പണം ആവശ്യമാണ്. അപ്പോൾ ഇത് പറഞ്ഞ് പലരും ക്രിട്ടിസൈസൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ പണം ചോദിച്ചുകൊണ്ട് നടക്കുന്ന ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. എന്നാൽ അറിഞ്ഞ് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ക്രിസ്ത്യൻ സഭകൾ. അതുപോലെ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുക. നമ്മൾ യാതൊരു അവിശ്വസ്തയും കാണിക്കാതിരുന്നാൽ നമ്മുടെ ഭാരതം ദൈവാത്മാവിനാൽ ദൈവത്തിൻ്റെ മക്കൾ പിടിച്ചെടുക്കും. കാരണം ബൈബിൾ പറയുന്ന യേശു ക്രിസ്തു മനുഷ്യനെ, ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ഭൂമിയെ വാഴുവാനാണ് ദൈവം സൃഷ്ടിച്ചത്. ആകാശത്തിലെ പക്ഷികളെയും ഭൂമിയിലെ ജീവജാലങ്ങളെയും ഭൂമിയിലെ ജീവജന്തുക്കളെയും അതുപോലെ സമുദ്രത്തിലെ മത്സ്യങ്ങളെല്ലാം അതിനെ വാഴണമെന്നാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ വാഴുവാനുള്ള അധികാരം ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭാരതത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെ നമുക്ക് ജയം നേടാം. ക്രിസ്ത്യൻ സഭകൾ ഒന്നായി നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ അവസരം തന്ന ചാനലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.